അതെ ഇത് ഞാനങ്ങ കളയും. അത് ഇവൻ നമ്മളെ പല പ്രാവശ്യവും ചതിച്ചു. ഇപ്പൊ ചെയ്യാൻ പോണ എന്നാന്ന് വെച്ചാൽ രജിച്ചേട്ടനോട് പറയണം അടുത്ത ആഴ്ച വല്ലതും വരാൻ. പിന്നെ ഇത് ചത്ത കിടക്കും പോലെ കിടക്കും. സ്റ്റോക്ക് പുതിയത് വന്നേക്കുവാണെങ്കിൽ ഞാൻ അപ്പനെയും കൊണ്ട് പോയി എടുപ്പിക്കും, വണ്ടിയിൽ എടുപ്പിക്കും. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം എടുക്കുവാണെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു റാണി പിങ്ക. കൊമ്പുകൾ വെല്ലിപ്പ് പറഞ്ഞ പോലെ ഞാൻ പൂ ഉണ്ടായി കഴിഞ്ഞ് പൂ പൊഴിയണ സമയമായപ്പോ ആ ഭാഗത്തെ കൊമ്പുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കേണ്ടെന്നാ എല്ലാരും പറഞ്ഞു. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കും. പിന്നെ ഓരോ തരി ഫാക്ടം ഫോസ് ഇട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ തളിരായിട്ട് വന്നതെല്ലാം പൂ. അതെ ഇതിന്റെ ഇത് പൂ വിരിയുക, വിരിഞ്ഞു വന്ന അടുത്തന്ന് എടുക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ അല്ലാതെ അകലേന്ന് കിട്ടുന്നത്. ഇത് പൂവായി വരുക. അപ്പൊ ആ പരിപാടി പോലെ വേറൊരു പരിപാടി ചെയ്യാൻ പോതെ ലിപ്പ് പറഞ്ഞു തന്നതാ വെട്ടിക്കളയാൻ. വീട്ടിലെന്തോരാ ഫ്ലവർ ഫെസ്റ്റിവൽ. അതെ 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 വീട്ടിലാ. അതെ എന്ത് രസല്ലേ. ഒരു ദിവസം പോകുമ്പോ പിടിക്കാം അപ്പയുടെ കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ തന്നെ പോയെടുത്തോണ്ട് വരാം. ഈ സമയത്ത് തന്നെ പോണം. ദേ ലാവൻഡറിന്റെ പൂക്കള് ഡള്ളായി. ദേ അപ്പൊ വെട്ടി നോക്ക പൂ വിരിയണതാ. വിരിയണ്ട്. ദേ വെട്ടി പൂ അന്നോ. ദേ പൂ അന്നോ. ദേ ഇവിടെ വെട്ടാനിരുന്ന അപ്പൊ അതില് പൂവായി. ദേ ഇത് ഡള്ളായത് ഈ ഭാഗമാകുമ്പോ ഈ ടൈം ആകുമ്പോ കിട്ടും. ഓ ശാസ്ത്രീയമായിട്ടാണല്ലോ വെട്ടണത്. ഇത് ഫിഷ് കത്രികയല്ലേ? അതെ പറയണ്ട. ഫിഷ് കത്രിക കൊണ്ട് ഞാൻ വെട്ടിന്നുള്ളത്. ഇത് ഞാനങ്ങ കളയും. അത് വേണേ കൊമ്പൂത്തിയെ പിടിക്കുമായിരിക്കും. എനിക്ക് ഇങ്ങനെ കൊമ്പൂത്തി പിടിപ്പിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. ഇപ്പൊ ഇത്രയൊക്കെ പിടിച്ചാൽ മതി. ഇനി ഇപ്പൊ വേറൊരു കാര്യം കൂടെ പറയാം. ദേ ഇങ്ങോട്ട് വന്നേ വൈറ്റ് കാണിച്ചു തരാം. നിറച്ചു വൈറ്റ് പൂവായിട്ട് നമ്മൾ മേടിച്ചില്ലേ. ഇവൻ നമ്മളെ പല പ്രാവശ്യവും ചതിച്ചു. പക്ഷെ മൂന്നാമത്തെ വെട്ട് കഴിഞ്ഞപ്പോ അവൻ പൂവായി തുടങ്ങി. ദേ ദേ അവനും തോന്നി. ദേ ഇനി അവന് വിചാരിച്ചു ഈ ചേച്ചി ഇങ്ങനെയാണെങ്കിൽ എന്നെ മൊത്തം നശിപ്പിച്ചു. അതല്ലെന്ന് ഇത് കാണിക്ക പടയെടുക്ക പൂ വിരിയണത്. ഇനി ഇതിലെ ഇപ്പൊ ഒന്നും തൽക്കാലം വെട്ടാനില്ല. കാരണം എന്നാന്ന് വെച്ചാൽ വെട്ടി നിർത്തിയേക്കും. ഇനി അതിൽ വന്ന ഇത് പിന്നെ നിങ്ങൾ കണ്ടതാ. പിന്നെ ഇവിടെ നല്ല വെയിലുള്ള സ്പേസ് ആണ് കേട്ടോ. ഇന്ന് വെയിൽ തെളിയാത്തത് കൊണ്ടാണ്. നല്ല വെയിലേറാ ഇവിടെ. നല്ല വെയിലേറാണ് ഇവിടെ. അങ്ങനെ ഷെയ്ഡൊന്നും ഇല്ല, ഒട്ടും ഷെയ്ഡില്ല. മുകളിൽ കുറച്ച് ഇതിന്റെ ഉണ്ടെങ്കിലും ഇവിടേക്ക് നല്ല കാലത്തെ 10 മണി ആയി കഴിഞ്ഞാൽ ഒരു 2 മണി വരെ ത്രൂ ഔട്ട് ഈ ഏരിയയിൽ വെയിലാ. അതുകൊണ്ടാണ് ഈ ചെടികൾ 2 നേരം വെള്ളം ഒഴിച്ചിട്ടും ബിഗോണിയൊക്കെ ഇങ്ങനെ നിക്കണ. കാലത്തെ ഒഴിച്ചതാ. ഇപ്പൊ ചെയ്യാൻ പോണ എന്നാന്ന് വെച്ചാൽ രജിച്ചേട്ടനോട് പറയണം അടുത്ത ആഴ്ച വല്ലതും വരാൻ. അപ്പൊ ആ പൈപ്പ് മേടിച്ചിട്ടുണ്ട്. ലാമ്പ് പിടിപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ റീച്ചേട്ടൻ വന്ന് എടുത്തോണ്ട് പോകുമ്പോ ഞാൻ പറയാം അടുത്ത ഞായറാഴ്ച കാലത്തോളം വരാൻ. അപ്പൊ മറ്റേതിന്റെ പടം കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പച്ച നെറ്റ് മീതെ അടിച്ചു കൊണ്ടുവരാൻ പറയാം. അപ്പൊ നമുക്ക് ഇതൊക്കെ ആദ്യം അങ്ങ് കയറ്റാം. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മുറക്കനുസരിച്ച് അതിൽ വെക്കേണ്ടതൊക്കെ വെക്കാം. അപ്പൊ പിന്നെ ഞാൻ വേറെ ഏതാണ്ട് കാണിക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ. പറയാം. ഇനിയിപ്പൊ 4 ചട്ടിയെ നമുക്ക് ബൊഗൈൻവില്ല ഉള്ളൂ. അപ്പൊ അപ്പയ്ക്ക് വലിയൊരു ഇത്. അപ്പ എന്നോട് പറഞ്ഞു ആ മുൻവശത്തിരിക്കുന്ന ബൊഗൈൻവില്ല അവിടെ ഇരുന്നോട്ടെ, വേറെ 2 ചട്ടി നമുക്ക് മേടിക്കാം, എന്നിട്ട് ഗേറ്റിന്റെ 2 തൂണയിലും ഓരോന്നേ വെക്കാന്ന്. അപ്പൊ ഇനി ഞാൻ അന്നേരം അപ്പയോട് പറഞ്ഞു ഗേറ്റിന്റെ അവിടെ 2 വെക്കാം. റാണി പിങ്ക ഞാൻ കൂടുതൽ മേടിക്കാൻ പോണം. നല്ല ഭംഗിയതാ. ഈ റെഡ് ചില്ലി എന്നല്ലേ ആരോ പറഞ്ഞത്. ഇവിടെ കിട്ടൂന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആ കളർ. ഒരു വീടുകളിലും നഴ്സറികളിലും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ചില്ലി റെഡ് കണ്ടിട്ടില്ല. പിന്നെ ഇത് 6 മാസത്തേക്ക് ഇതിൽ പൂവുള്ളൂ. പിന്നെ ഇത് ചത്ത കിടക്കും പോലെ കിടക്കുവോ. മഴ തുടങ്ങി കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോ വരുമല്ലോ ഉണ്ടാവും. പിന്നെ ഞാനിങ്ങനെ ഇവളെന്നോടൊരു അഭിപ്രായം പറഞ്ഞ, പക്ഷെ പൂർണ്ണമായിട്ടത് ചെയ്യുവാണെങ്കിൽ കാണിക്കാം. ഈ ഭാഗത്തെ ചെടിച്ചട്ടികളൊക്കെ അങ്ങ് മാറ്റുക. ഇവിടത്തെ പച്ചക്കറി അപ്പ പറഞ്ഞു ഇനി പച്ചക്കറി ഈ സമയത്ത് ഒന്നും നടൂല, ഇത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, കിരിച്ചെടി മാത്രം. അപ്പൊ ഇതെല്ലാം അപ്പൊ പറഞ്ഞു ഇതെല്ലാം അഴിച്ചു മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ ഇവളിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് നല്ല വെയിലേറടിക്കും. ഈ ഭാഗത്ത് ചട്ടിയിൽ നിരത്തി ഒരു 5-6 ചട്ടി ബൊഗൈൻവില്ല മേടിച്ചു വെക്കാം. ഇവിടെ വെക്കണില്ല. ഇതിന്റെ കാരണം പറയാം. ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കണോന്ന് ഇവള് പറഞ്ഞു. ഈ സൈഡില് വെക്കാതിരിക്കുന്നതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ മെറ്റൽ കിടപ്പുണ്ട് 1, ഇവിടെ മണൽ കിടപ്പുണ്ട് 2, പിന്നെ ഇവിടെ ഇരുമ്പമ്പുളിയുടെ ഷെയ്ഡ് ഓരോ സംഗതികളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കയറ്റി ഇറങ്ങിയ പണ്ടത്തെ മതിലായത്. ഇവിടെ ഈ നീല ചെടി വെട്ടി ഫുൾ മാറ്റിയാലാണ് അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഈ ഭാഗം വരെ വെക്കാനും പറ്റുള്ളൂ. ഈ സമനിരപ്പിൽ അങ്ങനെ വെച്ചാൽ അവിടെ മുഴുവൻ ഷെയ്ഡാ. അങ്ങനെ ഒരു 2 ചട്ടി വെക്കാനുള്ള സ്പേസേ ഉള്ളൂ അത് വെട്ടിയാലും. അപ്പം ഒരു ഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കട്ടെ. കാരണം അപ്പം എപ്പോഴും ഇതിലെ കയറ്റി ഇറക്കമൊക്കെ ഉണ്ട്. ഈ
മുള്ളും ഇതും ഉള്ളത് കൊണ്ട് അത് പറ്റൂല. അപ്പോൾ വൺ സൈഡിൽ വെച്ച് ഭംഗിയാക്കുക. ആ സൈഡാണ് നല്ല കയറി വരുമ്പോഴേ വ്യൂ കിട്ടുന്ന സൈഡ്. അപ്പം ഈ ഭാഗത്ത് വെക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഈ കഴിഞ്ഞ കൊല്ലം ചെടി മേടിച്ച നഴ്സറിയിൽ നമ്മൾ അന്ന് ഇറങ്ങിയില്ലേ പോയപ്പോ, അന്ന് ഇറങ്ങിയപ്പോ പുതിയ സ്റ്റോക്ക് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ പോന്നു. ഇവിടെ അടുത്ത് തന്നെ ഇത് കിട്ടണത് കൊണ്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകണ്ടല്ലോ എന്ന് കരുതി ശ്രദ്ധിച്ചില്ല. ഈ ആഴ്ച ഏതെങ്കിലും ഒരു ഇടദിവസം അപ്പം മുളന്തുരുത്തിക്കൊന്നും പോണതല്ലേ, അപ്പയോട് പറയാം ചെന്ന് നോക്കാൻ അവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ സാറ്റർഡേ സൺഡേ പോയി എടുക്കാം. അല്ലെങ്കിൽ വന്നിങ്ങി സ്റ്റോക്ക് വല്ലതും തീർന്നു പോകുന്ന അങ്ങനെയല്ലോ സ്റ്റോക്ക് പുതിയത് വന്നേക്കുവാണെങ്കിൽ ഞാൻ അപ്പേനെയും കൊണ്ട് പോയി എടുപ്പിക്കും, വണ്ടിയിൽ എടുപ്പിക്കും. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം എടുക്കുവാണെങ്കിൽ. അപ്പം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നാണ് മനസ്സിലിരിക്കണത് കേട്ടോ. അപ്പം ഇവിടെ ആകുമ്പോൾ നല്ല വെയിലേറും ഉണ്ട്, ഈ സൈഡ് നല്ല ഇതായിട്ടിരിക്കും. അപ്പം ഇന്ന് മനസ്സിലിരിക്കുന്ന പോലെ എല്ലാം ആവണമെന്നില്ല, അഭിപ്രായങ്ങൾ പറഞ്ഞതാ. ഓക്കെ. നല്ല മഴക്കാറുണ്ട്. ഇന്ന് വൈകിട്ടത്തേക്ക് പെയ്യൂന്ന് എനിക്ക് തോന്നണേ. ഇത്രയും ദിവസം നല്ല കിടുകിട വിറയ്ക്കണ തണുപ്പായിരുന്നേ രാവിലെയൊക്കെ, രാത്രിയിലും അങ്ങനെ തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതം നോക്കിക്കഴിഞ്ഞപ്പോൾ ആകാശത്തൊക്കെ മഴക്കാറ് കാണുന്നു. എന്തൊരു കാലാവസ്ഥ മാറ്റമാണല്ലേ. തണുപ്പ് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഒരുപാട് പേർക്ക് അസുഖങ്ങളൊക്കെ വന്നു, അതാണൊരു ബുദ്ധിമുട്ടുണ്ടായത്. മഴ വരികയാണെങ്കിൽ വന്നോട്ടെ, അതും നല്ല കാര്യം തന്നെയാണ്. എന്ത് തന്നെയായാലും ആർക്കും അസുഖങ്ങളൊന്നും വരാതെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കും. എന്തൊക്കെയുണ്ട്? ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ കൊണ്ടുപോകുന്നുണ്ടല്ല, എല്ലാ സൺഡേയിലും ഉണ്ട്. പിന്നെ പഴമായിരിക്കും മറ്റേത്. ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന. വീട്ടിൽ നിന്ന് പഴമാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അപ്പയുടെ തറവാട്. അവിടെ ഇപ്പൊ ഒരു ബൊഗെയിൻവില്ല ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഒരു ദിവസം നമുക്ക് അവിടെ പോയി എടുക്കാം. ഞാൻ ചോറ് വിളമ്പോ അപ്പഴ്. അവിടെ ബൊഗെയിൻവില്ല ഉണ്ടോ അപ്പേ? അതന്നെ അപ്പൊ ശ്രദ്ധിക്കാതെ. ഞാൻ വെല്ലിപ്പ് പടയിട്ട് വന്നായിരുന്നു. ഞാൻ വെല്ലിപ്പൊടി ചോദിച്ചു, ഒരു സൈഡിലെ ചട്ടിയില, ഒരു സൈഡിലെ മണ്ണാണോ ചട്ടിയാണോ ചോദിച്ചപ്പോ രണ്ടും ചട്ടിയാലിനു വന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതില്. ഇത് വളയംകുടമ്പഴ അപ്പയ്ക്ക് കൊറേ ഉണ്ട്, എപ്പോഴും ഉണ്ട്. നബിയുടെ കവറ. ഒരു കൊല്ലത്തിലേറെയായി. പ്രസ്റ്റീജിന്റെ ഓഫർ വന്നപ്പോ ഒരു തവ മേടിച്ചു വെച്ചത്. എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കട്ടെ കേട്ടോ. 24 മുടികയുണ്ടല്ലോ. മുടിയുണ്ട്. പുതിയതായിട്ട് ഇരിക്കണേ പ്രസ്റ്റീജ്. ഇതേ നോക്കിക്ക് എത്രയാന്ന് അമ്മയ്ക്ക് കണ്ണാടി വെക്കണം. 24 തന്നെ ആയിരിക്കും മിക്കവാറും. 24 അതെന്നാന്നോ, ഈ ഡോട്ടുള്ളത് ഓഫർ വന്നപ്പോ നീ എന്നോട് പറഞ്ഞായിരുന്നു. ഗ്രാനൈറ്റിന്റെ ഇത്. പിന്നെ എന്റെ കയ്യിലുള്ള ആ തവ 26, അത് ഡോട്ടില്ല ഓർക്കണില്ലേ? ആ തവ മോശം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഉപയോഗിച്ച് ഇനി അത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ എപ്പോഴും കാണുന്നതായില്ലേ നമ്മൾ ഇളപ്പും പെറുക്കൊക്കെ ചെയ്യണം. അപ്പം അത് കാരണം ഒരു കൊല്ലം എന്തായാലും ആയിട്ടുണ്ട് മേടിച്ചു വെച്ചിട്ട്. അപ്പം ഇനി ഇത് ഉപയോഗിക്കാൻ എടുക്കുക. ലിഡും ഉണ്ട്. എനിക്ക് നല്ല കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞായിരുന്ന ഈ ഗ്ലാസിന്റെ ഇത് പൊട്ടൂല, ഇതുകൊണ്ട് തന്നെ അടച്ചോളാം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഗ്ലാസിന്റെ അടപ്പ് കൊണ്ട് അടയ്ക്കാറുണ്ട്. പൊട്ടൂല എന്നുള്ളത് ശരിയാ. കാരണം ഒരു വീഡിയോയില് ഒരു ലേഡി അത് ചെയ്യുമ്പോ രണ്ടായിട്ട് ബ്രേക്ക് ആയിപ്പോയി. അത് കണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും ഇതിന്റെ അടപ്പ് ഒരിക്കലും എടുക്കൂല. ഗ്ലാസ് അടപ്പ് സ്റ്റീലിന്റെ മറ്റിന്റെ അടപ്പ് വെച്ചാണ് ഇളക്കാറ്. പക്ഷെ പിന്നെ എനിക്ക് പിടികിട്ടി, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോ അങ്ങനെ എളുപ്പത്തിൽ പൊട്ടണ സാധനം അല്ലാന്ന്. അതുകൊണ്ട് എന്റെ അടപ്പ് തന്നെ എടുത്തു തുടങ്ങി. ഓക്കെ, എന്നിട്ട് ആ തട്ടയിൽ വെക്കാം. ഇത് കഴുകിയേച്ച് അവിടെ വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് പഴയത് മാറ്റിയാക്കാം. ഓക്കെ. ഇനി ചെടി നനയുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോണത്. ഒരു 3-4 മാസം ഉണക്ക് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ചെടികൾക്ക് ഇനി കൃത്യമായിട്ട് തന്നെ വെള്ളം ഒഴിക്കുക തന്നെ വേണം. അങ്ങനെ ക്രിസ്മസ് സീസൺ അവസാനിക്കുമ്പോൾ ഇതെടുത്ത് വെക്കുന്നതോടുകൂടിയാണ് നമ്മുടെ സീസൺ അവസാനിക്കുന്നത്. ആഘോഷങ്ങൾ സിറ്റ് ഔട്ട് ഒന്ന് കാണിച്ചു തരാം. ഇനി സ്റ്റാർ അഴിക്കാനുണ്ട്, അത് നാളെ പറ്റുള്ളൂ. അത് നാളെ ഞങ്ങൾ അഴിച്ചോളാം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ വൈകുന്നേരം നനയ്ക്കാൻ എടുത്തു വെച്ചപ്പോഴേക്കും ക്ഷീണിച്ചു ആകെ. അതല്ല, ഇന്നത് പറ്റൂല, നനയ്ക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറ്റണയാളെ അമ്മയാട്ടോ. ഇവിടെയൊക്കെ വെക്കണ സ്ഥാനം എന്റെയാ. അവിടെ കുറച്ച് തടി കഷ്ണങ്ങൾ ദൂരമൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ മീതായിട്ട് ഇത് വെക്കോളൂ. എന്തെങ്കിലും കാരണവശാൽ ഞാൻ അടുത്ത പോലെ എടുക്കും. ചെതലെല്ലാം പിടിച്ചാ ഈ സാധനം പോയാൽ തീർന്നു. ഈ കവറ് പിന്നെ കിട്ടൂല. പ്രശ്നം. പിന്നെ വലിയ വിഷയം. അപ്പൊ കയറ്റി വെക്കട്ടെ. ഹാൻഡിലുണ്ട്, സൂക്ഷിച്ച് നിക്കണം. ഹാൻഡിലിൽ പിടിച്ച് വെക്കാം.
ഞാൻ അതിന്റെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ ഈ ഉരുളൻ തടിക്കഷ്ണം ജനലഴിയുടെ കൊണ്ടത്തെ മാറ്റിയ മരയഴി മാറ്റിയ അഴികളും പിന്നെ ഒരു ടിന്നും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങിയിരുന്നോളൂ ഇതിലും ബെർത്തേലും മുട്ടാതെ. അപ്പൊ അതാകുമ്പോ സേഫ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഏതാണ് പരിപാടി? കഴിഞ്ഞു. ഓക്കെ, എവരി സെലിബ്രേഷൻസ് ആർ ഓവർ. അതെ. രാത്രി ഞാൻ പുറത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ദേ ഈ കാഴ്ച കണ്ടത്. ഇതെന്നെ പില്ലോയൊക്കെ തയ്ക്കും. പില്ലോ തയ്ക്കുമല്ല, പില്ലോയുടെ അവിടെ ഇച്ചിരി വിട്ടുപോയതാ. അപ്പൊ ഉണങ്ങി കഴിഞ്ഞപ്പോഴേ അത് കണ്ടേ അലക്കി. അപ്പൊ അവിടെ അങ്ങ് ഏടി വെച്ചേക്കാന്ന് ഓർത്തു. പിന്നെ എന്നാന്നോ, എടുക്കാൻ നേരത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ കീറിയിരിക്കും, ഓർക്കൂല. മടക്കി അലമാരി കൊണ്ടേ വെക്കും. പിന്നെ ആവശ്യത്തിന് മറ്റൊന്നും മുഷിയുമ്പോ എടുക്കുമ്പോഴായിരിക്കും ഇത് എടുക്കുമ്പോഴായിരിക്കും കീറിയിരിക്കണത്. അമ്മയ്ക്ക് തയ്യലൊന്നും അത്ര താല്പര്യകക്ഷിയല്ല. തയ്യലിന് അത്രയും നല്ല ഒട്ടും അറിയാൻ മേല. ഒരു കീറിയത് കഷ്ടി പുഷ്ടി ഉണ്ടാക്കി വെക്കും. പിന്നെ ബട്ടൺസും കുളത്തും പിടിപ്പിക്കും. അത്രയും മാത്രമേ എനിക്കറിയാവൂ. തയ്യലിന്റെ ABCD അല്ലാതെ എനിക്ക് അറിയാൻ മേല. പക്ഷെ ഇപ്പൊ ഒരുപാട് തയ്യൽ ചെയ്യാനുണ്ട് ഇവിടെ. പക്ഷെ എന്ത് തയ്യല്? പക്ഷെ ഞാന് അതിനോട് എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കാത്തത് ആ മേഖല. ഇവിടെ അമ്മച്ചിയുടെ അമ്മന്റെ തയ്യല്. അയ്യോ, അപ്പയും അത്യാവശ്യം അപ്പയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നിനക്കും അതുപോലെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ തയ്യലിന് വളരെ താല്പര്യകക്ഷിയായിരുന്നു. എനിക്കറിയാം. പക്ഷെ പിന്നെ ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ വന്നപ്പോ അതിലേക്ക് ഇൻട്രസ്റ്റ് അങ്ങ് മറിച്ചായതാ. പറയുമായിരുന്നു, നീ എന്തെങ്കിലും ഇങ്ങനെ കീറിയത് എന്തിന്റെങ്കിലും തയ്ച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ പോലെ വെട്ടിക്കണ്ടിച്ചാലും അത് പോവില്ല. എനിക്ക് അങ്ങനെയുള്ള യാതൊരു ടേസ്റ്റും ഇല്ല. തയ്യലിന്റെ ABCD ടേസ്റ്റ് ഇല്ല. പിന്നെ കീറിയതൊക്കെ തയ്ച്ചെടുക്കൂന്ന് മാത്രം, കൈകൊണ്ട്. അത്രയുള്ള പരിപാടി എനിക്കറിയാവുള്ളൂ. നിനക്ക് വേണ്ട അപ്പൊ ഒരു കുഞ്ഞു മെഷീൻ മേടിച്ചൊന്നുമല്ലേ, ചെറുത്. ഞാൻ ഓർക്കണ്ടത് കൈ കൊണ്ട് വീണ്. പക്ഷെ വീട്ടമ്മമാര് അത്യാവശ്യമായിട്ട് കീറിത്തയ്യല് പഠിക്കണം അല്ലേ? പഠിക്കണം, വളരെ അത്യാവശ്യം. വീട്ടമ്മമാരല്ല, എല്ലാവരും പഠിക്കണം. അമ്മമാരൊന്നും ഇപ്പൊ സ്ട്രെസ് ചെയ്യണ്ട, ആണുങ്ങൾ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സിൽ എന്തെങ്കിലും കീറുവോ ഓൾട്രേഷനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ലേ. വേറൊരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞൊക്കെ വന്ന ഇടയ്ക്കുകളിലൊക്കെ നീ ഉണ്ടായി കുറച്ച് നാൾ വരെ ഞാൻ ചെയ്യുമായിരുന്നു. ഫോള് തയ്ക്കുമായിരുന്നു. അത് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലേല് സാരി അങ്ങ് എടുത്തിട്ടേച്ച് ഫോൾ ഇങ്ങനെ നിവർത്തി വെച്ച് എടുത്ത് ഞാൻ തന്നെയായിരുന്നു ഫോള് തയ്ക്കുന്നത്. ഫോള് തയ്ക്കാൻ കൊടുത്തു തുടങ്ങിയിട്ടൊരു 10-15 കൊല്ലമായുള്ളൂ കടയില്. ബ്ലൗസ് തയ്ക്കാൻ നേരത്ത് പിന്നെ സാരി അങ്ങ് കൊണ്ടേ കൊടുക്കും. ഫോള് അടിച്ചേക്കാൻ പറയാം പുള്ളിക്കാരനോട്. അങ്ങനെയാ. അതിനുമ്പ് ഞാൻ തന്നെ ഫോൾ പിടിപ്പിക്കുമായിരുന്നു. ഓൾട്രേഷൻ ഒക്കെ ശരിക്കും നമ്മൾ തന്നെ ചെയ്യണതാണ് നല്ലത്. അല്ലെങ്കിൽ അതിനായിട്ട് കടയെ കൊണ്ടേ കൊടുക്കാനും അത് തിരിച്ചു മേടിക്കാനും ഒരു ഡ്രസ്സൊക്കെ ഉള്ളെങ്കിലേ പാടാത്. എന്റെ കയ്യില് പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ മതി, തട്ടിമുട്ടി ഒപ്പിക്കും, അത്രേ ഉള്ളൂ. കീറാതിരുന്നാ മതിയല്ലോ. അത് മതി. തയ്ച്ചത് സൂചി ഊരിനതിന് മുമ്പ് വിട്ടുപോരരുത്, അത്രേ ഉള്ളു എനിക്ക്. അതത്രേ ഉള്ളൂ, അതൊന്നും പോവില്ല. അമ്മച്ചിയുടെ തയ്യലാണ് നല്ല കടുകട്ടി. അയ്യോ, ഭയങ്കര മിടുക്കിയായിരുന്നു അമ്മച്ചി. അമ്മച്ചി നേറ്റിക്ക് മുണ്ടൻ ചട്ടിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതിന്റെ ചട്ട തയ്ക്കണ എന്ത് ഭംഗിയായിരുന്നു. ആ വീക്ക് കഴുത്തു പോലെ. വത്സകുഞ്ഞും എപ്പോഴും പറയായിരുന്നു, എന്തൊരു നല്ല തയ്യലാന്ന്, ഈ മെഷീനിൽ തയ്ക്കണവര് മാറി നിൽക്കുന്നു. കുഞ്ഞുമ്മ എപ്പോഴും വരുമ്പോ ഇവിടെ വരുമ്പോ ഇങ്ങനെ അമ്മച്ചിയുടെ തയ്യലിന്റെ ഇത് പറയുമായിരുന്നു. അതിനാന്ന് വെച്ചാൽ മിക്കവാറും അമ്മച്ചി തയ്ച്ചു വെച്ചാൽ വർക്കേരിയയിലെ ബെഞ്ചേൽ ഇങ്ങനെ ഒരു പുതുങ്ങിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കുഞ്ഞുമ്മയോട് പറയും, ചട്ട തയ്ക്കാൻ എടുത്തതാ വത്സ ഇച്ചിരി ആയിട്ടുള്ളൂ. അപ്പൊ വിടുത്തി കാണിക്കും, കുഞ്ഞുമ്മയ്ക്ക് തയ്യൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ എങ്ങനെ സൂസൻ നന്നായിട്ട് തയ്ക്കും. കച്ച് വർക്കും അല്ലാതെയും തയ്ക്കും. ചുരിദാറൊക്കെ വെട്ടി തയ്ക്കുള്ളൂ. ഷാഡോ വർക്കും ചെയ്യും. ഈ തയ്യലിന്റെ പേരറിയാവോ? സാധാ തയ്യല്, കീറിപ്പോയാടം തുന്നിയെടുക്കുക. അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു കാണി. എനിക്കറിയില്ല പേര്. അങ്ങനെയൊക്കെ പല പല പേരുകൾ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. കാണി. അമ്മച്ചി അപ്പൊ പറയാറുണ്ട് ഇങ്ങനെ ഈ പൂക്കളൊക്കെ തയ്ച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട്. ഈ അത് മാമി തയ്ക്കും. അതുപോലെ പറവൂരെ കൊച്ചമ്മച്ചിയും തയ്ക്കുമെന്ന് എനിക്ക് തോന്നണത്. നെച്ചുപ്പാടത്തെ കൊച്ചമ്മച്ചി ഇവരൊക്കെ ചേട്ടത്തിനിമാരൊക്കെ തയ്ക്കുമായിരുന്നു തോന്നണം. അപ്പയുടെ വെച്ച് വ്യക്തമായിട്ട് അത് പറയാം. എനിക്ക് അത്രയ്ക്കറിയില്ല. മാമി തയ്ക്കും, അതെനിക്കറിയാം.